അപ്പോൾ നമ്മൾക്കിന്ന് നല്ലൊരു പിസ്സ ഉണ്ടാക്കിയാലോ. നമ്മൾ പിസ്സ ഹട്ട് എന്നെല്ലാം വാങ്ങുമല്ലോ, അതുപോലത്തെ പിസ്സ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള പിസ്സയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് 2 കഷ്ണം എടുത്തിട്ട് നല്ലപോലെ മസാല എല്ലാം പറ്റിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒറിഗാനോ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ട് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഇനി വേണ്ടത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസാണ്. എന്നിട്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2-3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്താൽ മതിയാവും. ഞാൻ 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വലുതൊന്ന് ചെറുതായി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് തൈര്, ഞാൻ ഒരു 2-3 സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറിൽ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് മാറ്റി വെക്കാൻ കുഴച്ചിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് പിസ്സാൻ്റെ സോസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മതിയാവും, ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് അത്ര എരിവൊന്നും ആവില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ, അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും ഒറിഗാനോ ഇടുമ്പോൾ. ഇനിയിപ്പോൾ ഒറിഗാനോ വീട്ടിലില്ലല്ലോ എന്ന് വിചാരിച്ച് നാട്ടിലുള്ളവരൊന്നും ബേജാറാവണ്ട. നമുക്ക് ഒറിഗാനോ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാമ്പ്രാണിയില്ലേ, പനിക്കൂർക്ക, ഞങ്ങളെ വീട്ടിലെല്ലാം പറയുന്ന സാമ്പ്രാണി എന്നാണ്. അപ്പോൾ അതൊന്ന് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒറിഗാനോ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ ഈ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഒന്ന് പൊങ്ങിയിട്ടെല്ലാം വന്നിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് 2ആക്കി മുറിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ചെറുത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ വലുതെടുത്തിട്ടാണ് ഇപ്പോൾ പിസ്സ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചപ്പാത്തിൻ്റെ പലക എടുത്തിട്ട് ഇതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മതിയാവില്ല, എന്നാലും അത് നമുക്ക് ഇതിലൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി കുറച്ചൊന്ന് അതിലേക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പിസ്സൻ്റെ കനത്ത് നമുക്ക് എത്ര കനമാണ് വേണ്ടത് അത്ര കനത്തിൽ ഇതൊന്ന് പരത്തിയെടുത്താൽ മതിയായി. നല്ലോണം ചപ്പാത്തി പോലെ ആക്കിയെടുക്കണ്ട, കുറച്ച് അതിനേക്കാളെല്ലാം കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും നമ്മൾ ഇതൊന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ആകുമ്പോഴത്തേക്കിന് ഇത് നല്ല പൊങ്ങിയിട്ട് വരുമല്ലോ. നമ്മൾ സോഡപ്പൊടിയും ബേക്കിംഗ് പൗഡറിലും ചേർത്ത് കൊടുത്തല്ലേ. അപ്പോൾ ഇതിലിട്ടാൽ ശരിയാവില്ല നമുക്ക്. അപ്പോൾ ഈ പലകയിലിട്ടാൽ ഇത് വലുതായി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഷീറ്റിൽ തന്നെ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് വലുതായിട്ട് കിട്ടണം ഇത്. അപ്പോൾ നല്ലോണം ഒന്ന് വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കുന്നത് പോലെയല്ല. അപ്പോൾ വേറൊരു ചീസെല്ലാം കുറച്ച് അധികം വെച്ചിട്ടുള്ള ഒരു സൈഡിലെല്ലാം വെച്ചിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് ഇത് കഴിച്ചിട്ടേ ഉള്ളൂ. പിസ്സ ഹട്ടിൽ നമ്മളിവിടെ അറിയാമല്ലോ, സിറ്റി സെൻറ്ററിലെല്ലാം നമുക്ക് പോയി കഴിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നാട്ടിലായാലും കിട്ടും, ഇവിടെ ആയാലും നമ്മളങ്ങനെ പോയിട്ട് കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ്സ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നോക്കാമല്ലോ, നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് പിസ്സ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മസാല എല്ലാം പിടിച്ചോളൂ ഇതിൽ. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഏതിലാണോ പിസ്സ ചെയ്യേണ്ടത്, ഞാൻ ഇതിലാണ് ഓവനിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാൻ പറ്റും പിസ്സ. നമ്മളിപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഓവൻ ഇല്ലാത്തവരും ടെൻഷൻ ആവേണ്ട, നമുക്ക് ഫ്രൈ പാനിൽ നല്ലപോലെ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു ദിവസം ഫ്രൈ പാനിൽ ഉണ്ടാക്കിയിട്ടും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ മാവ് പരത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിനേക്കാളും പുറത്തേക്ക് വരുന്ന മാതിരിയാണ് ഞാൻ പരത്തിയെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രത്യേക രീതിയിലുള്ള പിസ്സയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ഇതിൽ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തേക്ക് ഈ പാത്രത്തിനേക്കാളും പുറത്തേക്കായിട്ട് വിരിച്ചു കൊടുക്കണം. അത്രയ്ക്കും വലുപ്പത്തിലാണ് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് പുറത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്.
നമ്മൾ മോസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം ചീസ് വേണം ഈ പിസ്സയ്ക്ക്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് മറന്നുപോയത്, സോറി. അപ്പോൾ നമ്മൾ ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓണപ്പൂക്കളെല്ലാം ഇടുമല്ലോ, അതുപോലെ തോന്നിക്കും. അതുപോലെ തന്നെ എനിക്കും തോന്നുന്നത്. ഞാനിത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മയായിരുന്നു, ഓണത്തിൻ്റെ ഓർമ്മയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കരയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അധിക കരയിലല്ല, അത്രയും പുറത്തേക്കാക്കിയിട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല മുമ്പ്, ഇത് ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതാണിത്. എങ്ങനെയാവുമെന്ന് നമുക്ക് കണ്ടറിയാലോ അല്ലേ. അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കണം. കാരണം ഞാനിത് ഉണ്ടാക്കുന്ന കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് പിസ്സ ഹട്ടിലൊന്നും നമുക്ക് അകത്ത് പോയിട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടൊന്നും. അപ്പോൾ ഞാൻ കഴിച്ച പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുമല്ലോ, അതുപോലെയാണ്. ഇതുപോലെ ആ പൂക്കളിടും പോലെ ചുറ്റും ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കാം ഫസ്റ്റിൽ. അപ്പോൾ ഞാനെല്ലാം റൗണ്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കും. കണ്ടല്ലോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ബാക്കിൽ വന്ന മാവുണ്ടല്ലോ, അതിങ്ങനെ നിറച്ച് കൊടുക്കാം ഇതിലേക്ക്. കണ്ടല്ലോ, ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് അകത്തേക്ക് ഇട്ടിട്ട് അപ്പോൾ നല്ല റെഡിയാക്കിയിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചീസെല്ലാം ഇതിൻ്റെ അകത്തേക്കായി എല്ലാം ഒന്നും പുറത്ത് കാണുന്നില്ല. ഇതുപോലെ സെറ്റാക്കിയെടുക്കാം. നമ്മളൊന്ന് നല്ലോണം അമർത്തി കൊടുക്കണം. ഇത് ചീസൊന്നും പുറത്ത് വരാത്തതുപോലെ. കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ്. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് പോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ആ കുത്തിയതെല്ലാം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നിങ്ങൾക്ക് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവ നമ്മൾ സാധാരണ പിസ്സ വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാവുമല്ലോ പിസ്സ ഹട്ടിൽ, അതുപോലെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിസ്സ സോസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പിസ്സ സോസ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ കുറച്ച് ചീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഈ മസാലേൻ്റെ മേലേക്ക്. മസാല പറഞ്ഞാൽ നമ്മൾ പിസ്സ സോസ്, അതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ്. ഇതിൻ്റെ മേലേക്ക് ഞാൻ മഷ്റൂം ഇട്ട് കൊടുക്കുന്നത്. മഷ്റൂം ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മഷ്റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂണില്ലേ, അതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഷ്ണങ്ങളാക്കി വേവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര കളർഫുള്ളായിട്ടുള്ള മഞ്ഞ ചുവപ്പ് അതിലിട്ട് കൊടുക്കുക. എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, നമുക്ക് മതിയല്ലോ പച്ചയും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാവും, ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. ഇനി ഞാൻ കുറച്ച് തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പിസ്സയിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അറിയാമല്ലോ, നിങ്ങൾ പിസ്സ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഇട്ടാൽ നമുക്ക് കുറച്ച് ഹെൽത്തി ആയി കിട്ടും, മൈദപ്പൊടിയല്ലേ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളി പിസ്സയിൽ വരുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റാണല്ലേ. നമ്മൾ ഈ ഉള്ളിയെല്ലാം ഇങ്ങനെ പറക്കി തിന്നുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിൽ കൂടി കിട്ടുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഞാൻ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനില്ല, അങ്ങനെ നമുക്ക് വെജ് വേണമെങ്കിൽ വെജായിട്ട് മാത്രം ഉപയോഗിക്കാം. ചിക്കൻ കഴിക്കുന്നവർക്ക് ചിക്കനും കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചിക്കനാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഷ്റൂമും ചിക്കനും ഉണ്ട് ഇതിൽ. അപ്പോൾ ചിക്കനും നമുക്ക് ആവശ്യത്തിന് ഇതിലേക്കുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒലിവ്. ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒലിവ്. അപ്പോൾ ഒലിവ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒലിവ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ്, അറിയാമല്ലോ. ഒലിവിന് പിസ്സയിൽ ഒരു മെയിൻ സംഭവമാണ് ഒലിവ് എന്ന് പറയുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒലിവിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. എന്തായാലും ഹെൽത്തിയാണ് അത്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒലിവ് കഴിക്കാം. പിന്നെ എരിവ് അത്യാവശ്യം അധികം വേണ്ടവർക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ സ്പൈസി ആയിട്ട് അത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജലപ്പന. ഞാൻ ഒരു ഡിഷിൽ കാണിച്ചല്ലോ ജലപ്പന എന്ന് വെച്ചിട്ട് ഒരു പച്ചമുളക് പോലത്തത് ഉപ്പും പിന്നെ വിനീഗറിലെല്ലാം ഇട്ടിട്ട് ഇത് കിട്ടും, അതുപോലത്തത് അതും ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മുളക് ബജി ഉണ്ടാക്കുന്ന മുളക് നമ്മൾ 2 ദിവസം മുമ്പ് ഉപ്പിലും വിനീഗറിലെല്ലാം ഇട്ട് വെക്കുക. അതല്ല ഇത് സംഭവം. പക്ഷേ ഞാൻ പറഞ്ഞത് അതിപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ. പക്ഷേ ഇത് വേറെ നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനവും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഉപ്പുണ്ട് ഒലിവിലും ജലപ്പേനയിലും എല്ലാം ഉപ്പുണ്ട്. എന്നാലും കുറച്ചിരുന്നോട്ടെ അല്ലേ, ഒരു കുറച്ചിങ്ങനെ പൊടി ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്താൽ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മോസറല്ല ചീസ് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും പിസ്സാന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചീസി ആയിട്ടല്ലേ കഴിക്കുന്നത്, അത്ര നല്ല ടേസ്റ്റ് അല്ലേ അതിന്. അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, ആവശ്യത്തിന് ഇട്ട് കൊടുത്തോ. ചീസ് ഉണ്ട് അത്ര ഇട്ട് കൊടുത്താൽ മതിയാവും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിസ്സ റെഡിയായി നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10, 20, 30 മിനിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി എടുത്താൽ മതിയാവും. ഇത് കാണുമല്ലോ നമ്മൾ വേവുന്നതും എല്ലാം കാണുമല്ലോ. വെന്താലും നമ്മൾ അറിയുകയും ചെയ്യും എങ്ങനെ വെന്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഒരുപാട് പണിയുണ്ടല്ലോ പിസ്സ ഉണ്ടാക്കാൻ. ഇല്ല, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ പിസ്സ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പിസ്സ റെഡി ആകുന്നുണ്ട്, കണ്ടല്ലോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ലോണം പൊങ്ങിയിട്ട് വരും പിന്നേന്ന്. അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിസ്സ ഒന്ന് പുറത്തെടുക്കാമല്ലോ അല്ലേ. അപ്പോൾ നല്ല ചൂടുള്ള പിസ്സയാണ്, എന്നെ കൂടെ കൈയോടെ തൊടാനൊന്നും പറ്റുന്നില്ല. അതാ കണ്ട സൈഡിലെല്ലാം നല്ല ഇങ്ങനെ ചീസായിട്ട് ഇങ്ങനെ ബബിളായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊന്നുമല്ല, അത്രയ്ക്ക് ചൂടുണ്ട്. ആ സൈഡിലൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് പ്രശ്നമില്ല, നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അറിയില്ലല്ലോ ബാക്കിൽ ഇങ്ങനെ ഇതായിപ്പോന്ന്. കണ്ടല്ലോ നല്ല പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി യമ്മി പിസ്സയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ സ്പൈസി അത്ര ഇഷ്ടമില്ലാത്തവർ അധികം ഉണ്ടാകാതെ. ആ സൈഡിൽ ഞാൻ പിസ്സൻ്റെ സൈഡിൽ വെച്ച് ആ ചീസ് ഉണ്ടല്ലോ അതാണ് കാണുന്നത്. അവിടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലത്തെ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിയും ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കാൻ, നമ്മളിങ്ങനെ കടിച്ചിട്ടല്ല, ഇതിങ്ങനെ പെറുക്കി കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.